2015 മോഡൽ ഇൻഡിക്കയാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓപ്ഷനാണ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 1.25 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. 2019 ഡീസൽ വണ്ടിയാണ്. ബ്രസ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ സിംഗിൾ ഓൺ വണ്ടി. ഇതും സ്റ്റിംഗറേ തന്നെയാണ്. വാൻഡർ തന്നെ വേറെ മോഡലാണ്. സ്റ്റിംഗറേ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ 57,000 കിലോമീറ്റർ ഓടിയത് സിംഗിൾ ഓൺ വണ്ടിയാണ്. 2018 മോഡലാണ്. നമ്മൾ ഇത്രയും നേരം ഡീസൽ വണ്ടി, ഇത് ഡീസലാണ് വണ്ടി. 2018 ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZDA പ്ലസ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. ഇതും ഇയോൺ ആണ്. 2017 മോഡൽ. 2017 ഇതും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 61,000 കിലോമീറ്റർ. 61. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്താണ് കേട്ടോ. കൊല്ലം മേവറം എന്ന് പറയുന്ന ഭാഗത്താണ്. ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ മേവറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഷോപ്പ് തന്നെയാണ്. അപ്പം ട്രൂ വാല്യൂ വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയാണ് തോന്നി ഞാൻ പുഷ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കരുത്, കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം എനിക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഒരുവിധം ചെറുതും വലുതായിട്ടുള്ള വണ്ടികളുണ്ട്. ഒരുപാട് സ്വിഫ്റ്റും വാഗണർ അങ്ങനെയുള്ളതും പിന്നെ അതർ ബ്രാൻഡ് വണ്ടികൾസുമായിട്ട് കുറച്ച് അധികം വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വിഷ്ണുവോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ വിഷ്ണുവേ നമസ്കാരം. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞ മാസമൊക്കെ വർക്ക് എങ്ങനെ ഉണ്ടായത്? എല്ലാവർക്കും ഷോക്കായിരുന്നു. അപ്പോൾ ട്രൂ വാല്യൂ കഴിഞ്ഞ മാസം നമ്മൾ ഒരു മേളയെ നടത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. അപ്പം ഫെബ്രുവരി ശരി മോശമാണെങ്കിലും എത്തിക്കണമല്ലോ, എത്തിക്കാതെ നമുക്ക് വിഷയമില്ലല്ലോ. അതാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വന്നപ്പോൾ മൊത്തം സ്വിഫ്റ്റും ഇപ്പം കിടക്കുന്ന എല്ലാ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വണ്ടികളാണ്. ബഡ്ജറ്റ് വണ്ടികൾ കുറവാണ്. ലോ ബഡ്ജറ്റ് കിടക്കുന്നതിലും 1-1.5 റേഞ്ചിൽ ഓൾട്ടോ അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. അത് ഈ താഴെ റേഞ്ച് വണ്ടികൾ കുറവാണ്. എന്നാലിപ്പോൾ ഈ മാസം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി പോയിരുന്ന ഈ പറഞ്ഞ 1 രൂപ താഴെയുള്ള വണ്ടികളാണ് കൂടുതലും വന്നേക്കുന്നത്. അതൊക്കെ വന്നാലും കിടക്കത്തില്ല, അപ്പോഴേ വണ്ടികൾ പോയി. ഇപ്പോൾ കിടക്കുന്നതെല്ലാം അത്യാവശ്യം ബഡ്ജറ്റുള്ള വണ്ടികളൊക്കെ, മോഡലുള്ള വണ്ടികൾ. ഓണർഷിപ്പ് ഒക്കെ കുറഞ്ഞ വണ്ടികളാണ് കിടക്കുന്നത്. പിന്നെ അതർ ബ്രാൻഡ് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇപ്പം ഗ്ലാൻസ, നിഗർ, നല്ല സിംഗിൾ ഓൺ വണ്ടി, ലോ കിലോമീറ്റർ വണ്ടികൾ, 10,000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് സിംഗിൾ ഓൺ വണ്ടികളൊക്കെ. ജെന്യൂൻ കിലോമീറ്റർ. പിന്നെ ജെന്യൂൻ കിലോമീറ്റർ വണ്ടികൾ, നല്ല വണ്ടികൾ. ഓക്കെ. അപ്പം വണ്ടികൾ നോക്കാം. നമുക്കിപ്പം അതർ ബ്രാൻഡ് വണ്ടിയിൽ നിന്ന് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2021 മോഡലാണ്. കിഗറാണ്, റൊണാൾഡിൻ്റെ. ഇതും കിലോമീറ്റർ കുറവാണ്, ലോ കിലോമീറ്റർ വണ്ടിയാണ്. 10,000 കിലോമീറ്റർ ഓടിയുള്ളൂ സിംഗിൾ ഓൺ വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഇത് മൈലേജ് എങ്ങനെ കിട്ടും? 9,320 കിലോമീറ്റർ മൈലേജ് വരുമ്പോൾ ഒരു 18 ആ റേഞ്ച്, 17-18 ആ റേഞ്ച്. പെട്രോൾ അല്ലേ? പെട്രോൾ. സീറ്റ് പറഞ്ഞിട്ടില്ല, സീറ്റ് കമ്പനി സീറ്റ് തന്നെയാണ്. ബാക്ക് AC വരുന്ന മോഡലാണ്. കമ്പനി സീറ്റാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. 10,000 ഓടിയുള്ളൂ. അതിൻ്റെതായ ഗുണമുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. തട്ടമുട്ട അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണ്. എത്ര ചോദിക്കും? പ്രൈസ് വരുന്നത് 5,400. 5,400 ലാസ്റ്റ് പ്രൈസ് ആണോ? അത് ചെറിയ ഡിസ്കൗണ്ട് വരുമ്പോൾ നോക്കാം. 5,400 പ്രൈസ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു 60 രൂപ 70 രൂപ അടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. ഒരു 4-4.5 വരെ ലോൺ കിട്ടും. എത്ര വർഷം? 5 വർഷം. പെർ ലാക്കിന് 2,500 വെച്ച് 5 വർഷം. 5 വർഷം. ഇത് 2017 മോഡൽ സ്കോഡ റാപ്പിഡാണ്. 2017 മോഡലാണ്. പെട്രോളാണ്. കിലോമീറ്റർ 85 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺ വണ്ടിയാണ്. ടയറൊക്കെ പുതുതായിട്ട് മാറി, ടയർ ഫാമിലിയാണ്. അത്യാവശ്യം നല്ല ടയർസ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ബാക്ക് ടയർസ് ഒക്കെ നല്ല ടയർ കിടക്കുന്നത്. മാനുവൽ അല്ലേ? മാനുവൽ. പെട്രോളാണ്. പെട്രോൾ മാനുവലാണ്. മൈലേജ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും മൈലേജ് നോക്കിയല്ലോ എടുക്കുന്നത്. എന്നാലും പെട്രോളാണ്. ഒരു 10-12 റേഞ്ച് ആവറേജ് നോക്കാം. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ? ഇത് എത്ര എയർ ബാഗ് ആണ് ഈ വണ്ടിയിൽ? 2 എയർ ബാഗ് വരുന്നു. ഓക്കെ. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. ഇത് ഫുൾ ഓപ്ഷൻ അല്ല, 2 എയർ ബാഗ് ആ മോഡ് വരത്തുള്ളൂ. ആ റേഞ്ചേ ഉള്ളൂ. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 435. 435. 2015 മോഡൽ ഇൻഡിക്കയാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓപ്ഷനാണ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 1.25 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറാണ് വണ്ടി. പ്രൈസ് നമുക്ക് കിട്ടേക്കുന്നത് 1.40 ആണ്. 1.45, 1.40 ആ റേഞ്ച് വരും ലാസ്റ്റ്. 1.40 ആ റേഞ്ച് വരും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ് വണ്ടി. 10-20 മൈലേജും മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല. ഫിനാൻസ് കിട്ടത്തില്ല. 2011 ഇൻഡിക്കയൊന്നും ഫിനാൻസ് പാടായിരിക്കും. നമ്മൾ പ്രൈവറ്റ് ഫിനാൻസ് അല്ലേ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യമുണ്ട്, പ്രസന്റ് കണ്ടീഷൻ ആയിരിക്കും ഇതിനകത്ത്. വേറെ നമുക്ക് വാറന്റിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. പ്രസന്റ് കണ്ടീഷൻ ആയിരിക്കും വണ്ടി. അത് കാര്യം വേറെ മെക്കാനിക്കൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും നമുക്കില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. അല്ല മെക്കാനിക്കലി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പ്രസന്റ് കണ്ടീഷൻ ആയിരിക്കും. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെയായിരിക്കും തരുന്നത്.
ശരി, ടൈമിങ് ചെയ്യേണ്ട കാര്യം. ടൈമിങ് ചെയ്യുമ്പോൾ മാറാൻ ചാൻസ് കുറവാണ്. കാര്യം ഡീസൽ വണ്ടിയാകുമ്പോൾ 1.5 ലക്ഷം കിലോമീറ്ററിലേക്കാണ് മാറുന്നത്. ഇതെന്തായാലും മാറാനുള്ള ചാൻസ് കുറവാണ്. ഇതൊക്കെ ഓക്കെ, 1.5 ചോദ്യം. 1.5 ചോദ്യം. 1.40 ഒരു ഫൈനൽ പ്രൈസ് നമുക്ക്. 2022 മോഡൽ ഗ്ലാൻസയാണ്, ബേസ് മോഡലാണേ. ഗ്ലാൻസ ബലനോടെ സെയിം വേരിയൻ്റ് തന്നെ ഗ്ലാൻസ, പക്ഷേ ബേസ് മോഡലാണ് ടൊയോട്ടയുടെ. ഇതും കിലോമീറ്റർ കുറവാണ്, 10,000 കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ വണ്ടി. ടൊയോട്ടയുടെ എംബ്ലം വരുന്നു എന്നുള്ളതാണല്ലേ? ഏതാ ടൊയോട്ടയുടെ എംബ്ലം വരുന്നു എന്നുള്ളതാണ്. എംബ്ലം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബലനോ തന്നെ. പിന്നെ ഇത് ബേസ് മോഡലാണ്, സ്റ്റീരിയോ കാര്യങ്ങളൊന്നുമില്ല, സീറ്റ് കവറില്ല. പിന്നെ കിലോമീറ്റർ ആകുമ്പോൾ 10,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ഓടും. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടുമില്ല. വണ്ടി ആ രീതിയിൽ 10,536. ഓക്കെ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും വരുന്നതാണ്. 10-17 അടുപ്പിച്ച് മൈലേജ് കിട്ടും. പെട്രോളാണ്. നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്നത് 6.25. 6 രൂപയോളം ആകുമ്പോൾ നമുക്ക് ലോൺ കിട്ടും. 6.25 ചോദ്യം. 6.25 പ്രൈസ് ഇട്ടേക്കുന്നത് 6 രൂപയോളം നമുക്ക് ലോൺ കിട്ടും. 5 വർഷത്തേക്ക് ലോൺ കിട്ടും. 2019 ഡീസൽ വണ്ടിയാണ്, ബ്രസ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓൺ. 2019 മോഡലാണ്. 19 മോഡലായതുകൊണ്ട് നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം വരും. എത്ര മാസം? 6 മാസം വാറണ്ടി ഉണ്ട്. 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ZDA ആണ് ഫുൾ ഓപ്ഷൻ്റെ ജസ്റ്റ് താഴെ വരുന്ന മോഡൽ. ZDA പ്ലസ് ആണ് ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. ഇത് ZDA. ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നും ഇല്ല അല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നുമല്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ്, പവർ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പവറിൻ്റെ കാര്യങ്ങളുണ്ട്. എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻസർ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. ടയേഴ്സ് അത്യാവശ്യം ടയർ ഭാഗമെല്ലാം കിടപ്പുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ഇത് വാറണ്ടി ഉള്ള വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്താണെങ്കിൽ മെക്കാനിക്കലി നമ്മൾ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഇത് പുതിയ വണ്ടി. വാറണ്ടി മീൻസ് വരുന്ന പുതിയ വണ്ടി കിട്ടുന്ന സെയിം വാറണ്ടിയാണ്. ചോദ്യം എത്ര? ചോദ്യം ഇത് 865. ഈ വാറണ്ടി മീൻസ് പറയുന്നത് പുതിയ വണ്ടി കിട്ടുന്ന സെയിം വാറണ്ടി. എഞ്ചിൻ, സ്റ്റഡ്, ഗിയർ ബോക്സ്, ബെയറിംഗ് ഇതെല്ലാം വാറണ്ടി വരുന്നതാണ്. ലേബർ ഭാഗത്തില്ല, സ്പെയർ ഭാഗത്തില്ല, ഓൾ ഓവർ ഇന്ത്യ. ഏത് ഡീലർഷിപ്പിലും ചെയ്യാം. ഓതറൈസ് ആയിട്ടുള്ള മാരുതിയുടെ. നമ്മൾ നേരത്തെ ബ്രസ കണ്ടത് ഓട്ടോമാറ്റിക് ആയിരുന്നു. അതുപോലെ തന്നെ വാഗണർ ഓട്ടോമാറ്റിക് ആണ്. ഇതും കിലോമീറ്റർ കുറവാണ്. 2017 മോഡലാണ്. 25,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ ജെന്യൂൻ ആണോ അവിടെ? കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. അല്ല, ഇത്രയും വർഷമായില്ലേ? ഇത്രയും വർഷം നമ്മുടെ വണ്ടി ഓടിയിട്ടില്ല. കിലോമീറ്റർ ജെന്യൂനാണ്. നമുക്കിപ്പം മോഡലുള്ള വണ്ടിയാണെങ്കിൽ 1 ലക്ഷം ഓടിയും കിലോമീറ്റർ ആണെങ്കിൽ വണ്ടി അതേ തന്നെ കാണുന്നു. കിലോമീറ്റർ ആകുമ്പോൾ അങ്ങനെ മറപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ ആണ്. 2017 മോഡൽ ഫുൾ ഓപ്ഷനാണ്. VXA ആണ് വണ്ടി. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 465 പ്രൈസ് ഇട്ടേക്കുന്നത്. നമുക്കിതിനകത്ത് ഇപ്പോൾ ടയർ അലൈൻമെൻറ്റ് തെറ്റി ഓടിയതിൻ്റെ ചെറിയൊരിതുണ്ട്. ഈ ടയർ നമ്മൾ ചേഞ്ച് ചെയ്ത് തരും. 4 ടയർ നമ്മൾ മാറിയായിരിക്കും തരുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് പിന്നെ 2017 ആയതുകൊണ്ട് വാറണ്ടി കാര്യങ്ങളോ വരുന്നില്ല. 18 തൊട്ടോ അല്ലേ? 18 മുതലുള്ള വണ്ടിക്കാണ് വാറണ്ടി വരുന്നത്. ഇതും സ്റ്റിംഗ്റേ തന്നെയാണ്. വാഗണർ തന്നെ വേറെ മോഡലാണ്. സ്റ്റിംഗ്റേ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ്. ഇത് പിന്നെ കിലോമീറ്റർ 57,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺ വണ്ടിയാണ്. ഇതും VXA ആണ്. VXA പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ഇതിനകത്ത് അലോയ്സും കാര്യങ്ങളും വരും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വാഗണർ തന്നെ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സ്റ്റിംഗ്റേ എന്ന് പറഞ്ഞ മോഡലാണെന്നേ ഉള്ളൂ. വാഗണറിന്റെ സ്റ്റിംഗ്റേ 57,000 കിലോമീറ്റർ സിംഗിൾ ഓൺ വണ്ടി. ഏതാ? ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി ഫോർഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അഡീഷണൽ ആയിട്ട് വരുന്ന അലോയ്സ് വരും. വണ്ടിക്ക് അകം കാണാൻ നല്ല വൃത്തി തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇത് പ്രൈസ് വരുമ്പോൾ 4.25 നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. 4.25 പ്രൈസ് ഇട്ടേക്കുന്നത്. ഒരു 3.5 ലോൺ കിട്ടും 5 വർഷത്തേക്ക്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. പിന്നെ ഇച്ചിരി പെയിന്റും വർക്കും കാര്യങ്ങളും ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയായിരിക്കും തരുന്നത്. പ്രസന്റ് കണ്ടീഷൻ നോക്കണ്ട. 2017 മോഡൽ ഇയോൺ ആണ്. ഇത് ബേസ് മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ വരും. അത് പിന്നെ സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 265 പ്രൈസ് ഇട്ടേക്കുന്നത്. 265. ഏത് വർഷമായിരുന്നു? 2017. കിലോമീറ്റർ വരുമ്പോൾ 61,000 കിലോമീറ്റർ. സോറി 42,000 കിലോമീറ്റർ. സോറി 42,000 സിംഗിൾ ഓൺ വണ്ടി. കിലോമീറ്റർ ജെന്യൂൻ. കിലോമീറ്റർ എല്ലാം ജെന്യൂനാണ്. ഈ അതർ ബ്രാൻഡ് വണ്ടിയാകുമ്പോൾ നമ്മൾ നോക്കി എടുക്കത്തുള്ളൂ. ചെറിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അത് പിന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് വർക്ക് നമ്മൾ ചെയ്തു തരും. പിന്നെ അത് മെക്കാനിക്കലി വർക്ക് മാത്രമേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. ചെയ്യാനുള്ള ഓപ്ഷൻ പണിയുണ്ടോ? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരിക്കും തരുന്നത്. എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് സമയം വണ്ടിക്കുണ്ടോ? നിലവിലൊന്നുമില്ല. ഇല്ല. പിന്നെ AC ഗ്യാസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഫില്ല് ചെയ്ത് തരും. പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഈ മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെയറോ കാര്യങ്ങളോ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതെ. മാരുതി വണ്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്പെയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതും ഓട്ടോമാറ്റിക്കാണ്. VXA ഫുൾ ഓപ്ഷൻ അല്ല, VXA ആണ്. ഫുൾ ഓപ്ഷൻ താഴെ വരുന്ന മോഡൽ. ഇതാകുമ്പോൾ 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി തന്നെ. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനകത്ത് വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 65,000 കിലോമീറ്റർ ആണ്. പ്രൈസ് വരുമ്പോഴേ 435 പ്രൈസ് ഇട്ടേക്കുന്നത്. ഇതും ഒരു 3.5 നമുക്ക് ലോൺ കിട്ടും. 2016 ആയതുകൊണ്ട് 5 വർഷം ലോൺ കിട്ടും. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്
AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവറിൻ്റെ കാര്യങ്ങൾ വരും. പിന്നെ സ്റ്റീരിയോ ഒന്നുമില്ല, സ്റ്റീരിയോ അഡീഷൻ ചെയ്യുന്നതാണ്. പിന്നെ ടയറൊക്കെ ഇച്ചിരി ഷോ ആണ് കേട്ടോ. ടയർ ഇച്ചിരി ഫ്രണ്ട് കിടപ്പുണ്ട്, ബാക്കിലത്തെ പിന്നെ ബാക്കിൽ ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി തരുവേ. പ്രസന്റ് കണ്ടീഷൻ നോക്കണ്ട. ഇതിനകത്ത് നമുക്ക് മെക്കാനിക്കൽ വർക്ക് ആണെങ്കിലും എന്തുണ്ടെങ്കിലും ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത്. മാരുതി വണ്ടിക്കകത്ത് റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 2018 മോഡലാണ്. നമ്മൾ ഇത്രയും നേരം ഡീസൽ വണ്ടി, ഇത് ഡീസലാണ് വണ്ടി. 2018 ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZA+ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഡിസയർ. ഇതാകുമ്പോൾ മൈലേജ് ഒരു 10-20 മൈലേജ് എന്തായാലും ആവറേജ് കിട്ടും. 20 മൈലേജ് കൺഫേം കിട്ടുന്ന മൈലേജാണ്. നല്ലൊരു കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്, മാനുവലാണ്. 67,000 കിലോമീറ്റർ. 67,000 കിലോമീറ്റർ. ബാക്ക് AC വെൻ്റ് ഒക്കെ വരുന്ന മോഡലാണ്. കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതാകുമ്പോൾ പ്രൈസ് ഇട്ടേക്കുന്ന 690 ഇതും 6 രൂപയോളം ലോൺ കിട്ടും. ഡീസലാണല്ലേ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഓൾറെഡി കമ്പനി സ്റ്റോപ്പ് ചെയ്തതാണ്. BS6 തൊട്ട് പെട്രോൾ മാത്രമേ ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ. അത്യാവശ്യം ഒരു മാർക്കറ്റ് ഉണ്ട് ഡീസൽ വണ്ടിക്ക്. നമുക്കിപ്പം ഈ ഒരു ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഈക്കോ അങ്ങനെയുള്ള മോഡലുകളാണ്. ഈക്കോ ഒമിനി എന്നുള്ള മോഡൽ. ഇത് 5 സീറ്റാണ് ഈക്കോ. 2022 മോഡലാണ്. 23,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ് വണ്ടി. നമുക്ക് 1 വർഷത്തെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 485 വണ്ടി വന്നതേ ഉള്ളൂ. വന്ന കണ്ടീഷൻ നോക്കണ്ട. 23,954 24,000 കിലോമീറ്റർ കൂട്ടി. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ഇച്ചിരി പെയിൻറ്റിങ് വർക്കുണ്ട്. 5 സീറ്റാണ്. 5 സീറ്റ് AC ആണ്. ഈ വണ്ടി ഒന്ന് വൃത്തിയാക്കി ഇച്ചിരി ഉണ്ട്. പിന്നെ വാറണ്ടി വരുന്നത് 1 വർഷത്തെ വാറണ്ടി. എഞ്ചിൻ, സ്റ്റഡ്, ഗിയർ ബോക്സ് ഇതെല്ലാം വാറണ്ടി വരുന്നതാണ്. ഇതും 4 രൂപയോളം ലോൺ കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതും 4 രൂപയോളം ലോൺ കിട്ടും. എത്ര ചോദിക്കുന്നത്? 485 പ്രൈസ് ഇട്ടേക്കുന്നത്. 485. സ്പെഷ്യൽ സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. പറഞ്ഞ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ കാറ്ററിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. കുറച്ചൊരു സ്പേസും കാര്യങ്ങളും വരുന്നു. ഒമിനിയെക്കാട്ടിയും കുറച്ചൊരു സ്പേസ് ഉണ്ട്. ഒമിനി ആകുമ്പോഴത്തേക്ക് 800 cc വരുന്നുണ്ട്. നമ്മൾ 1000 cc ഉണ്ട്. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതാകുമ്പോഴത്തേക്ക് 4 രൂപ ലോൺ കിട്ടും. 485 നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്നത്. ഒരു 75 രൂപ ആ റേഞ്ച്, 80 രൂപ 75 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. 5 വർഷത്തേക്ക് ലോൺ കിട്ടും. ഇതും ഇയോണാണ്. 2017 മോഡൽ. 2017 ഇതും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 61,000 കിലോമീറ്റർ. 61. ഇതിൽ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. റീപെയിൻറ്റിങ് ആയിട്ടൊന്നുമില്ല. ഈ ഒരു കളറാണ് നമുക്ക് തോന്നുന്നതാണ്. പെയിൻറ്റിങ് ഇല്ല, ഇച്ചിരി പെയിൻറ്റ് വർക്ക് ഉണ്ട്. ബാക്ക് ബമ്പറൊക്കെ അടിക്കാനുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവറിൻ്റോ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് വരുന്നതാണ്. സീറ്റ് ഓർ കാര്യങ്ങളില്ല. സീറ്റ് ഓർ അഡീഷണൽ ചെയ്യണം. ഇതിനെ കമ്പനി സീറ്റ് തന്നെയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എങ്ങനെ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. ഇതും പ്രൈസ് ഇട്ടേക്കുന്നത് 275. ഇതും നമുക്ക് 2 രൂപയോളം ലോൺ കിട്ടും. ഒരു 70 രൂപയ്ക്ക് അടയ്ക്കുവാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് ടയർ ഭാഗമൊക്കെ അത്യാവശ്യം ഇച്ചിരി ആവറേജ് ആണ്. എന്നാലും മോശമല്ല, അത്യാവശ്യം ആവറേജ് ആണ്. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 2021 മോഡലാണ്. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് കിലോമീറ്റർ 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ? കിലോമീറ്റർ ജെന്യൂൻ. വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷത്തെ വാറണ്ടി സർവീസും കാര്യങ്ങളും വരുന്നത്. ഫസ്റ്റ് ടയർസ് ആണ് കിടക്കുന്നത്. കമ്പനി ടയറാണ്. ടയർ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരുന്നെല്ലാം ഇൻബിൽറ്റ് തന്നെ വരുന്നതാണ്. VXC വരുന്നുണ്ട്. ഇത് പ്രൈസ് വരുന്നത് 665. ഇത് 6 രൂപയോളം എന്തായാലും ലോൺ കിട്ടും. നമുക്ക് 5 വർഷത്തേക്ക് ലോൺ കിട്ടും. 6 രൂപയോളം ലോൺ കിട്ടും. എങ്ങനെയാണ് അടവ്? പെർ ലാഖിന് 2,500 വെച്ച് വരുന്നത്. ഏകദേശം ഇപ്പം 6 ലക്ഷം രൂപയ്ക്ക് ആകുമ്പോൾ ആവറേജ് ഏകദേശം ഒരു 12-13 രൂപ വെച്ച് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം വരാം. എങ്കിലും ചെറിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുറഞ്ഞ വണ്ടികളൊന്നും കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളത് എനിക്കും അറിയാം. നല്ല പ്രൈസൊക്കെ ആയിട്ടുണ്ട്. മാതിരി കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളൊക്കെയാണ് കിടന്നത്. പിന്നെ ചില വണ്ടികൾ അല്ലാത്തതും ഉണ്ട്. എന്നാലും പ്രൈസ് ട്രൂ വാല്യൂവിൻ്റേതായ ഒരു ചെറിയ വില കൂടുതൽ വരും എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.